അതിൽ ആസിഫ് അലി നായകനായ സിനിമ അത് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കും അവരുടെ അടുത്ത് സിനിമയെക്കുറിച്ച്. നമ്മുടെ ലിഷോയുടെ അടുത്ത് ആസിഫ് അലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിനിമാ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഓണത്തെക്കുറിച്ച്, ഓണം ആശംസയൊക്കെ ആസിഫ് അലി നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ആദ്യം അതൊന്ന് കേൾക്കാം. ആദ്യം ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ ഉത്രാടപ്പാച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണവിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട്? വലിയ ആഘോഷങ്ങളൊന്നും എല്ലായിടത്തും ഇല്ലെങ്കിൽ പോലും അതെ, നമ്മൾ അറിയാം, നമുക്ക് വയനാട് സംഭവിച്ചതിന് ശേഷം നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഓണാഘോഷങ്ങൾ വളരെ പരിമിതമായി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതും. ഒരുപാട് ആഘോഷങ്ങൾ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ എന്താ പറയുക, ഒരു ഇതുമൊക്കെയായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഓണ സീസൺ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, അത് സിനിമ മാത്രമല്ല എല്ലാ വ്യവസായങ്ങൾക്കും ഓണം സീസൺ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളും ഒരുപാട് കുടുംബങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കും അല്ലേ, ആഘോഷങ്ങളിൽ ചില കാര്യങ്ങളിൽ ആഘോഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോൾ തിയേറ്റേഴ്സ് വീണ്ടും സജീവമാകുന്നു. ആളുകൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ മുതൽ. അപ്പോൾ വീണ്ടും സിനിമയ്ക്കുള്ള തിയേറ്റേഴ്സിനേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ പ്രാവശ്യം മലയാളത്തിൽ. ആക്ഷൻ ആയാലും ഫാമിലി ആയാലും അങ്ങനെ എല്ലാ രീതിയിലുള്ള സിനിമകളും ഉണ്ട്. അപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ കിഷ്കിന്ധകാണ്ഡം മികച്ച അഭിപ്രായം നേടി നിൽക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസായിട്ട് ഇങ്ങനെ കേരളം മുഴുവൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ലിമിറ്റഡ് സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. അതാണ് ഇങ്ങനെ വന്ദേ ഭാരതിൽ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇത് എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു കാര്യം. ഉത്രാടപ്പാച്ചിൽ എന്നായിരിക്കും ഇതിൻ്റെ ടൈറ്റിൽ എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടിക്കാലത്തൊക്കെയുള്ള ഒരു ഓണ ഓർമ്മകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ഓണം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഓണം ഇപ്പം സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷമൊന്നും ഇല്ലായിരുന്നു. ഓണസദ്യ തന്നെയായിരുന്നു മെയിൻ. അങ്ങനെ തൊടുപുഴയിൽ ഇപ്പം എൻ്റെ വീട്ടിലങ്ങനെ ഭയങ്കര ആഘോഷമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ ആയപ്പോഴാണ് കൂട്ടുകാരും ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂടി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഫ്രീഡം കിട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്നാലും ഓണം വലുതായത് ശരിക്കും സിനിമയിൽ വന്നതിന് ശേഷമാണ്. അപ്പം അധികം ഓണം ഇപ്പം തിരുവോണത്തിൻ്റെ അന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം ഫ്രീ ഉണ്ടാവുക. അല്ലാതെ എല്ലാ ദിവസവും ലൊക്കേഷനിലും ഒക്കെ ആയിട്ട് തന്നെയാണ് ആഘോഷിക്കുക. സ്വാഭാവികമായിട്ടും ലൊക്കേഷനിൽ ഓണം ആഘോഷിക്കുമ്പോൾ അതിനൊരു വലിപ്പം ഉണ്ടാവും. നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരും അവരുടെ കുടുംബവും പിന്നെ നമ്മുടെ യൂണിറ്റിലെ ഫുൾ എൻറ്റയർ ക്രൂവിൻ്റെ കൂടെയാണ്. അപ്പം തീർച്ചയായിട്ടും അതൊരു വലിയ ആഘോഷമായി മാറും. അപ്പോൾ ഏറ്റവും നല്ല ഓണം മെമ്മറീസും ഏതാണെന്ന് ചോദിച്ചാൽ ലൊക്കേഷനിൽ തന്നെയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ കൂടെ ആഘോഷിക്കുന്ന ഓണമാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്നു.